തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നില ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ. റിവർ സഫാരിക്കായി കയാക്കിംഗ്, ബോട്ടിംഗ്, വഞ്ചി സഫാരി, സ്വാൻ പെഡൽ സർവീസുകൾ. രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം. വിനോദത്തിനായി കിഡ്സ് പാർക്ക്, പ്ലേ ഗ്രൗണ്ട്, ഹോഴ്സ് റൈഡിംഗ്, വാട്ടർ പൂൾ. നില ബോട്ട് ക്ലബ്. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അശ്വമേധം 6ാം ഘട്ട പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അശ്വമേധം 6ാം ഘട്ടം പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. തുടങ്ങിയതൊക്കെ തന്നെ നമ്മുടെ നാട്ടില് ഉണ്ടാക്കിയ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ എത്രയാണ് എന്നുള്ളത് ഒരു കാലത്ത് ആലോചിച്ചാൽ, ഇത്തരം അസുഖങ്ങൾ വന്ന ആളുകളെ നമ്മൾ അകറ്റി നിർത്തുകയാണ് ചെയ്തിരുന്നത്, നമ്മുടെ പൂർവികരായ ആളുകളെ. അതിനൊക്കെ ഒരു മാറ്റം വന്നത് എൻ്റെ അറിവിനെ സംബന്ധിച്ചിടത്തോളം അത് സാഹിത്യത്തിലൂടെയാണ്. ഈ അവഗണനയ്ക്ക് എതിരായിട്ടുള്ള പ്രചരണങ്ങൾ ഒരു കാലത്ത് നടന്നത് അല്ലെ. കുഷ്ഠരോഗത്തിന്റെ ഈ അശ്വമേധം എന്നുള്ള നാടകം തന്നെ, തോപ്പിൽ ബാസിയുടെ ആ നാടകമാണ് നമ്മുടെ പൂർവികരെ അതിൽ നിന്ന് അതായത് ആ മനോഭാവത്തിന് മാറ്റം വരുത്തിയത്. മനോഭാവത്തിന് മാറ്റം വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പാട്ട് കേട്ടിട്ടുണ്ടാവും, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട് അല്ലേ. എന്നിട്ട് അവസാനം അതിൽ ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്ന ഒരു വരിയാണ്, എന്താണ്? മോതിരക്കൈ മുരടിച്ചു, പക്ഷേ എന്തുമാത്രം മുരടിച്ചില്ല? മനസ്സ് മാത്രം മുരടിച്ചില്ല എന്ന് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് തട്ടുന്ന വരികളാണ്. അത് ആ നാടകം കാണലും വേറൊന്ന്, ഈ നമ്മുടെ ബോധവൽക്കരണത്തിന് ഏറ്റവും മുഖ്യ മാധ്യമമായിട്ടുള്ളത് നാടകമാണ്. അത് ഇന്നും അന്നും എന്നും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയകളും അതുപോലെ തന്നെ സിനിമകൾക്കൊക്കെ ഒരു മുൻതൂക്കം വന്നിട്ടുണ്ടെങ്കിൽ പോലും, നാടകം ഒന്ന് പിന്നാക്കം പോയിട്ടുണ്ടെങ്കിലും, ഇന്നും ക്ലാസ് റൂമുകളിലും മറ്റുമൊക്കെ നമ്മളൊരു ആശയം വിനിമയം ചെയ്യുന്നതിന് ഏറ്റവും ബ്ലോക്ക് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഗൗതമൻ വിഷയാവതരണം നടത്തി. കുഷ്ഠരോഗ ദിനവുമായി ബന്ധപ്പെട്ട പ്രതിജ്ഞ ഹെൽത്ത് സൂപ്പർവൈസർ വിനോദ് കുമാർ ചൊല്ലിക്കൊടുത്തു. ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, അംഗനവാടി, കുടുംബശ്രീ പ്രവർത്തകർ, FHSC കൊണ്ടാഴി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സതീഷ് പരമേശ്വരൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ കുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ക്ഷയരോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട 100 ദിന കർമ്മ പദ്ധതിയുടെ വിളംബര ജാഥ കൊണ്ടാഴി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് കെ ശശിധരൻ മാസ്റ്റർ ഫ്ളാഗ് ഓഫ് ചെയ്തു. കിടപ്പിലായ രോഗികൾക്ക് ബാങ്ക് ഓഫ് ബറോഡയുടെ സഹായമായ ഡയപ്പറുകൾ ബാങ്ക് മാനേജർ ആശ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറി. പഴയന്നൂർ ബ്ലോക്കിൽ നിന്നും പ്രമോഷൻ ലഭിച്ച പാലക്കാട് ജില്ലയിലെ ടെക്നിക്കൽ സൂപ്പർവൈസറായി സ്ഥലം മാറിപ്പോകുന്ന ഹെൽത്ത് സൂപ്പർവൈസർ വിനോദ് കുമാറിനെ യോഗത്തിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. വാർഡ് മെമ്പർമാരായ ബിജു തടത്തിവിള, വി നിഷമോൾ, ശിവൻ വീട്ടിക്കുന്ന്, സുദേവൻ തുടങ്ങിയവരും യോഗത്തിൽ സന്നിഹിതരായിരുന്നു. CCV ന്യൂസ്, കൊണ്ടാഴി.